അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله يا حبيبي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحسبن الذين قتلوا في سبيل الله أموات. صدق الله مولانا العلي العظيم. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ റമളാനിൻ്റെ 17-ാമത്തെ ദിവസം ബദർ ഉണ്ടായ ഒരു ദിവസമാണ്. ബദർ എന്ന് പറയുന്നത് മക്കയുടെയും മദീനയും ഇടയിലുള്ള ഒരു പ്രദേശമാണ്. തീർത്തും ഒരു ഗ്രാമപ്രദേശമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലവും കൃഷി ഒക്കെ ഉള്ള ഒരു സ്ഥലവും കൂടിയായിട്ടാണ് അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുക. ആ ഒരു സ്ഥലത്ത് വച്ചാണ് ഹിജ്റ 2-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബിമാരും മക്ക മുശ്രിക്കുകളും തമ്മിലുണ്ടായ ഒരു യുദ്ധം. യഥാർത്ഥത്തിൽ ഒരു യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം 313 ആളുകളാണ് അവരുള്ളത്. വ്യത്യസ്തമായ ചില കണക്കുകൾ ചരിത്രങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും ഒരു ചുരുങ്ങിയ കണക്ക് അങ്ങനെയാണ്. 314 പറയുന്നുണ്ട്, 317 പറയുന്നുണ്ട്. അതായത് 313 ആളുകൾ. ശത്രുക്കൾ ഖുറൈശികളായ ആളുകൾ 1300 പേരുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ആയുധങ്ങൾ കുറവായിരുന്നു. കാരണം ഒരു യുദ്ധം എന്ന നിലക്കല്ല അവർ മദീനത്ത് നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും അവർ മക്കയിൽ വിട്ടേച്ച് വന്ന സമ്പത്തുകളെടുത്ത് അതിൽ വലിയ ലാഭമുണ്ടാക്കി അവർ മദീനയെ ആക്രമിക്കാനുള്ള പ്ലാന് അവരുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ തങ്ങളുടെ സമ്പത്ത് അവരിൽ നിന്ന് വാങ്ങുക എന്നുള്ള ഒരു രീതിയിലാണ് അബൂ സുഫിയാനെയും കച്ചവട സൈന്യത്തെയും സിറിയയിലേക്ക് പോകുന്ന ആ സംഘത്തെ തടയുക എന്നേ സഹാബത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ലക്ഷ്യമുണ്ട്. യുദ്ധം ഒരു ലക്ഷ്യം ആയിരുന്നില്ല. യുദ്ധം ഒഴിവാക്കാൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയേറെ ഇടപെടുകയും ആ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഖുറൈശികളുടെ ഒരു വാശിയും അവരുടെ ഒരു അഹങ്കാരവുമായിരുന്നു ആ യുദ്ധം സംഭവിച്ചതിലൂടെ ഉണ്ടായിട്ടുള്ളത്. അവരാണ് യുദ്ധത്തിന് ഉണ്ടാക്കിയതും യുദ്ധത്തിന് വേണ്ടി വാശി പിടിച്ചതും. അങ്ങനെ 313 ആളുകളും 1300 ആളുകളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 3 കുതിരകളും 70 ഒട്ടകങ്ങളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുള്ളത്. ശത്രുക്കളുടെ കയ്യിൽ ഒരുപാട് കുതിരകൾ, 600ഓളം വരുന്ന അവരുടെ കവചങ്ങൾ. ഇതിൽ നിന്നാണ് 313 സ്വഹാബിമാരും അള്ളാഹുവിലൂടെ ഉറച്ച വിശ്വാസത്തോടെ, അചഞ്ചലമായ വിശ്വാസത്തോടെ ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് അവർ പോകുന്നു. അവർ നോമ്പെടുത്തിട്ടാണ് പോകുന്നത്. ആ കൊല്ലം ആദ്യമായിട്ട് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ള ഒരു മാസമാണ്.
16 ദിവസം നോമ്പെടുത്തു. 17-ാമത്തെ ദിവസം അവർ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ബദറിലേക്ക് കടക്കുമ്പോൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യമാണ്. ഒന്ന് അവരുടെ അചഞ്ചലമായ വിശ്വാസം, ഒന്ന് അവരുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ രണ്ട് കാര്യവും അവർക്ക് വലിയ പ്രചോദനമായപ്പോൾ പുണ്യവിധങ്ങൾ അള്ളാഹുവിനോട് കണ്ണുനീരൊലിപ്പിച്ച് ദുആയിരുന്നത് ഹദീസിലുണ്ട്. ആ ദുആ ചെയ്തപ്പോൾ നബിതങ്ങളുടെ കണ്ണുനീരുറ്റി വീണു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളെ സമാധാനിപ്പിച്ചു. അപ്പോഴാണ് അല്ലാഹു തആലാൻ്റെ കൽപ്പന വരുന്നത്, നിങ്ങൾക്ക് മലക്കുകളിറക്കി അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങേ അള്ളാഹു സഹായിക്കും, അങ്ങ് പേടിക്കണ്ട, അള്ളാഹു തആല അങ്ങേ സഹായിച്ചോ. ഈ ഒരു യുദ്ധം, ഇങ്ങനെ അവരിറങ്ങിയ ആ യുദ്ധം അവർ വിജയിച്ചു. 6 മുഹാജിറുകളും 8 അൻസാരികളും ഉൾപ്പെടെ 14 സ്വഹാബിമാരാണ് ആ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരിൽ ഷഹീദായവർ. ഖുറൈശികൾ 70ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 70ഓളം ആളുകൾ അറസ്റ്റായി പിടിക്കുകയും ചെയ്തു. അറസ്റ്റായി പിടിച്ചവരോടും ഇസ്ലാം എന്താണ് ചെയ്ത സമീപനം? അവർക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ അവർക്ക് മോചനം ഇസ്ലാം പ്രഖ്യാപിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ആ ഒരു വിശാലമായ കാഴ്ചപ്പാടും വിദ്യാഭ്യാസത്തോടുള്ള ഇസ്ലാമിൻ്റെ ആ ഒരു താല്പര്യവും ഒക്കെയാണ് ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് ഈ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട യുദ്ധം തന്നെ ഉണ്ടാകുന്നത്, യുദ്ധത്തിന് അനുവാദം കൊടുക്കുന്നത് തന്നെയാണ് പ്രതിരോധം എന്ന നിലക്കാണ്. ബദർ തീർച്ചയായും ഒരു പ്രതിരോധമായിരുന്നു. ഇതിന് യുദ്ധം എന്ന് പറയാൻ പറ്റുകയില്ല. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്ന, കൊള്ളയടിക്കാൻ വന്ന ആ ഒരു സൈന്യത്തെ തടയുക എന്നുള്ളതാണ്. ഖുർആൻ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്, ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു. ആക്രമിക്കപ്പെട്ടു എന്ന നിലക്കാണ് അവർക്ക് യുദ്ധം ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചത്. വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്. അവരുടെ സ്വന്തം വീടുകളിൽ നിന്ന് പുറപ്പെടിച്ചു. മക്കത്തെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെയാണ് അവർ മദീനത്ത് പോണത്. ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്, അവർ പറഞ്ഞ ഇത്രേ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു മാത്രമാണ്. ഇങ്ങനെ ഈ ഒരു നിർബന്ധ സാഹചര്യത്തിൽ ഒരു പ്രതിരോധത്തിനിറങ്ങിയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അവർ വിജയിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? അവർക്ക് വിജയിക്കാനുള്ള കാരണം എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് വിജയിക്കാൻ കാരണമായത് അവരുടെ വിശ്വാസമാണ്. അല്ലാഹു തആല തന്നെ മലക്കുകളെ പറഞ്ഞു വെച്ചിട്ടാണ് ആ യുദ്ധം വിജയിപ്പിച്ചത്. അല്ലാഹു തആല തന്നെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, അല്ലാഹു തആല അല അഹ്ലി ബദരി. ബദരീങ്ങളെ മേൽ അള്ളാഹു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വന്ന് പറഞ്ഞു, യഅ്മലു മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിട്ടുണ്ട് എന്നല്ല. അങ്ങനെ യുദ്ധം അതിൻ്റെ എല്ലാ നിലക്കും അത് വിജയിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ യുദ്ധം നേരത്തെ ഒരു പ്ലാൻ ചെയ്തതല്ലല്ലോ. അവർക്കൊരു നിർബന്ധ സാഹചര്യത്തിൽ അവർക്ക് ചെയ്യേണ്ടി വന്നു. അള്ളാഹുവിൽ തവക്കുൽ അർപ്പിച്ചുകൊണ്ട് ഈമാനികമായ ആവേശത്തോടെ അവർ ആ യുദ്ധം നയിച്ചപ്പോൾ അവർ വിജയിച്ചു. അതാണ് മുസ്ലിമിൻ്റെ വിജയം. ഈമാനാണ്. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമ്മൾ അകപ്പെടുമ്പോഴും നമുക്ക് ഏറെ പ്രതീക്ഷിക്കാനുള്ളത് ഈമാനാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.